ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ റീസെൻ്റ്ലി CBSE ക്ലാസ് 10 ആൻഡ് 12 റിസൾട്ട്സിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. ക്ലാസ് 10നെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സാംസ് ക്യാൻസൽ ആയിരിക്കുകയാണ്. എന്നിട്ട് ക്ലാസ് 12 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ജൂൺ 1 ക്ലാസ് 12നെ കുറിച്ച് എക്സാംസ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോയെ കുറിച്ചൊക്കെ കുറെ കൂടെ റിവ്യൂ ചെയ്യാനുള്ള ചാൻസസ് ജൂൺ 1 CBSE ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് 10, അതായത് ഈ ബാച്ച് 2021 കുട്ടികൾ, അവരുടെ പാരൻസ് വളരെ ടെൻസ്ഡ് ആണ്. റിസൾട്ട് ഇന്റേണൽ മാർക്സിലായിരിക്കും. ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ CBSE പുറത്തുവിടുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടും ഞാൻ മനസ്സിലാക്കുന്ന പല കുട്ടികളും പാരൻസും ടെൻസ്ഡ് ആണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാവരോടും പറയട്ടെ, പ്ലീസ് ഡോണ്ട് പാനിക്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിലും കോവിഡിന്റെ സിറ്റുവേഷൻ ഭയങ്കര ഇന്റൻസ് ആണ്. ഡെത്ത് റേറ്റ്സ് കൂടിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ അവർ കൂടി ഈ സെക്കൻഡ് വേവില് വിക്ടിംസ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ, ടീച്ചേഴ്സ്, ഇവരെല്ലാം പോകുന്ന എക്സാം എഴുതുന്ന സെന്റേഴ്സിൽ ഇതൊരു സൂപ്പർ സ്പ്രെഡ് ആവാൻ ഉള്ള ചാൻസസ് വളരെ അധികമായതുകൊണ്ടാണ് CBSE ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നത്. സോ എന്തായിരിക്കും ഈ ഇന്റേണൽ മാർക്സ്, എങ്ങനെയായിരിക്കും ഈ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ വരുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഗൈഡ് ലൈൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ASL, അതായത് അസസ്മെന്റ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 20 മാർക്സിന്റെ അസസ്മെന്റ് സ്കൂളിൽ നടന്നിട്ടുണ്ടാവാം. പിന്നെ ഇന്റേണൽ മാർക്സ് മറ്റുള്ള സബ്ജക്റ്റിൽ കാണാം. ഓൾസോ നിങ്ങളുടെ ആർട്ട് ഇന്റിഗ്രേറ്റഡ് പ്രോജക്ട്സ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇന്റേണൽ മാർക്സ് സ്കൂൾസ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ പലരും അവരുടെ ബോർഡിന്റെ മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ടാവാം സ്കൂളിൽ തന്നെ. എന്നിട്ട് അതിൽ അവർക്ക് മാർക്ക് വളരെ കുറവായിരിക്കും. സോ അവർ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. അതൊക്കെ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ടോ? അപ്പോൾ പറയാനുള്ളത്, ഇന്റേണൽ മാർക്സ് വരുമ്പോൾ ബോർഡിൽ ഇത് കൺസിഡർ ചെയ്യാൻ സാധ്യതകൾ കുറവാണ്. വൈ? ബിക്കോസ് ഒരു കുട്ടിക്കും സ്കൂളിലെ മോഡൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടാറില്ല. സാധാരണ ബോർഡ് എക്സാമിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല മാർക്സ് ആണ് കിട്ടുന്നത്. സോ ദർ ഇസ് എ വാസ്റ്റ് ഡിഫറൻസ് ഇൻ ദ മാർക്സ് കമ്പയർഡ് ടു ദ മോഡൽ എക്സാംസ് ആൻഡ് ദ ഫൈനൽ മാർക്സ്. സോ ഡെഫിനറ്റ്ലി ആ ക്രൈറ്റീരിയ ഒക്കെ ഡിസൈസീവ് ആയിരിക്കും. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് സ്കൂൾസ് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് തരത്തുള്ളൂ. സോ പ്ലീസ് ഡോണ്ട് പാനിക്. വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ സർട്ടിഫിക്കറ്റ് CBSE ആണ് ഇഷ്യൂ ചെയ്യുന്നത്. നിങ്ങളുടെ ക്ലാസ് 10 റിസൾട്ട് സർട്ടിഫിക്കറ്റ് CBSE ആണ്, സ്കൂൾസ് അല്ല ഇഷ്യൂ ചെയ്യുന്നത്. വേറെ ചില കാര്യങ്ങളോട് നമുക്ക് ആലോചിക്കാനുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, വളരെ എക്സാംസ് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, അങ്ങനെ പ്ലീസ് ഇരിക്കരുത്. കീപ് ഓൺ റിവൈസിങ്. നിങ്ങൾ ക്ലാസ് 10 പഠിച്ചിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ എടുത്തെടുത്ത് വീണ്ടും റിവൈസ് ചെയ്യുക. അത് പറയാൻ കാരണം, അഥവാ നിങ്ങൾ നിങ്ങളുടെ ഇന്റേണൽ മാർക്സിലോട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ CBSE നിങ്ങൾക്ക് ഒരു ചാൻസ് എക്സാം എഴുതുന്നതിന് തരുന്നതായിരിക്കും. പക്ഷെ ഈ എക്സാം എപ്പോഴാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അത് വളരെ ഫേവറബിൾ സിറ്റുവേഷനിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ ഇപ്പം അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇന്റേണൽ മാർക്സ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കൂളിൽ നിന്ന് വരാൻ സാധ്യത. ഈവൻ ദെൻ നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് സ്ട്രെസ്, ഡോണ്ട് പാനിക് ആൻഡ് ജസ്റ്റ് ബി ഹാപ്പി. ഇതോടെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയയെ കുറിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണും. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും. പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. എവിടെയൊക്കെ ക്ലാസ് 10 സ്റ്റുഡൻസ് ഉണ്ടോ അവർക്ക്, especially from CBSE, അവർക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ് us wind up. Thank you and bye bye.